ഹലോ നമസ്കാരം, ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെന്മലയിലാണ്. തെന്മലയിൽ ലെഷർ സോൺ എന്നറിയപ്പെടുന്ന തെന്മലയിലെ ഒരു സ്പോട്ടിലാണ്. അടിപൊളി ഒരു സ്പോട്ടാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇത് തെന്മല ഡാമിൻ്റെ മുൻവശമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ ഒരു തൂക്കുപാലം ഇവിടെ ഉണ്ട്. ആ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും ഇവിടെയൊക്കെ നടന്ന് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും ഉണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ മുഴുവൻ വീഡിയോ കാണുക. നമ്മളങ്ങനെ തെന്മലയുടെ മൂന്നാമത്തെ സ്പോട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒറ്റയ്ക്കൽ ലുക്കൗട്ടിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അഡ്വഞ്ചർ സോണിലേക്കാണ് എത്തിയത്. ഇന്ന് നമ്മൾ ലെഷർ സോണിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ പാക്കേജിലെ രണ്ടാമത്തെ സ്പോട്ടാണ് ലെഷർ സോൺ. എൻട്രൻസിൻ്റെ മുന്നിലായിട്ട് ഗേറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിറച്ച് വികൃതികളായ കുരങ്ങന്മാരാണ്. അവരുടെ കുട്ടികളികൾ കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ്. നമ്മളിനി അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി ഇടത്തെ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്. തെന്മല എക്കോ ടൂറിസം ഓഫീസിൽ നിന്നും പാക്കേജായിട്ട് എടുത്ത ടിക്കറ്റ് ഇവിടെയാണ് കാണിക്കേണ്ടത്. തെന്മല എക്കോ ടൂറിസം ഓഫീസിൽ നിന്നും ഒരു പാക്കേജായിട്ടാണ് ടിക്കറ്റ് വാങ്ങേണ്ടത്. 2 പാക്കേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 480 രൂപയുടെയും മറ്റൊന്ന് 350 രൂപയുടെയും. 480 രൂപയ്ക്ക് നമുക്ക് 5 സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഒപ്പം ഒരു അടിപൊളി ബോട്ടിങ്ങും ആസ്വദിക്കാം. 350 രൂപയ്ക്ക് ബോട്ടിംഗ് ഒഴിച്ച് നമുക്ക് 5 സ്ഥലങ്ങൾ കാണാവുന്നതാണ്. ബോട്ടിംഗ് 350 രൂപയുടെ ടിക്കറ്റിന് അവൈലബിൾ അല്ല. 480 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ബോട്ടിംഗ് ആസ്വദിക്കാം. നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ്. മനോഹരമായൊരു സ്പോട്ടാണ്. നല്ല ഒന്നാം തരം ചൂടാണ്. നടന്ന് കാണുമ്പോൾ നല്ല ചൂടാണ്. സാധാരണ പോലുള്ള വെയിലാണെങ്കിലും നല്ല ചൂടാണ് അടിക്കുന്നത്. നമ്മൾ നല്ലപോലെ വേർത്ത് കുളിക്കും. മുന്നോട്ട് നല്ല ദൂരത്തോളം ഈ കാണുന്ന നടപ്പാതയാണ്. നടപ്പാതയുടെ 2 വശങ്ങളിലായി മനോഹരമായ പൂന്തോട്ടവും. ഇടയ്ക്ക് നമുക്കിരുന്ന് വിശ്രമിക്കുവാനും മറ്റുമായി ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളിനി ഒരു തൂക്കുപാലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കുട്ടി ഫോട്ടോഗ്രാഫർ അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഇച്ചിരി വഴി തരുമോ? എടുത്തു തരണോ? ഈ സ്പോട്ടിലെ ഒന്നാമത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ തൂക്കുപാലം. തൂക്കുപാലത്തിൻ്റെ തടിയിൽ എനിക്കത്ര വിശ്വാസം പോരാ. താഴെ ഭാഗത്തൊക്കെ ക്ലീനിങ് നടക്കുകയാണ്. ഈശ്വരൻ, നടക്കുന്നതിനനുസരിച്ച് തടിക്ക് ചെറിയ ഒരു ഇളക്കമുണ്ട്. താഴെ പോകാൻ സാധ്യതയുണ്ടോ എന്ന് ചെറിയൊരു പേടി. തടി കണ്ടിട്ട് താഴെ ആറ്റി പോകാൻ അതാ തടി കണ്ടിട്ട് ആണോ? തടി കണ്ടിട്ട് താഴെ ആറ്റി കിടക്കുന്നില്ല. പേടിപ്പിക്കുകയാണല്ലേ? തടി കണ്ടിട്ടേ താഴെ പോകാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. കാരണം നല്ലതുപോലെ പഴകിയ തടിയാണ്. താഴെ പോയ ആറ്റി. എന്നെ ആ ചേട്ടൻ പേടിപ്പിക്കുക. ചിലപ്പോൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ കാണുന്നതാണ് തെന്മല ഡാം. നമുക്കവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. തടിക്കൊക്കെ നല്ല ബലമുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. തെന്മല ഡാമിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നത്. അതുപോലെ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡിൽ തെന്മല എന്നെഴുതിയിട്ടുണ്ട്. തെന്മല മെയിൻ റോഡിൻ്റെ പാലത്തിൽ നിന്നും നമുക്ക് ഈ തെന്മല എന്നെഴുതിയേക്കുന്ന ഭാഗം ഒരു വ്യൂ ആണ്. താഴെ കുറച്ച് അമ്മമാർ ഇവിടെ ക്ലീൻ ചെയ്യാൻ നിൽപ്പുണ്ട്. അമ്മമാർ നോക്കിയപ്പോൾ ഞാൻ തൂക്കുപാലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേറോട്ട് ഇങ്ങനെ നോക്കും. അത് എന്തോ പരിപാടി. നമ്മളിനി പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. പല സിനിമകളുടെ ലൊക്കേഷനായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് അല്പനേരം ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 ചുറ്റിനും നിറയെ പൂച്ചെടികളാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. പെട്ടെന്നാണൊരു സംഭവം കണ്ടത്. എന്താണെന്നൊരു പിടുത്തം കിട്ടിയില്ല. ഞാനതിൻ്റെ ചുറ്റിനും നടന്ന് നോക്കി.
എന്തോ സംഭവം എന്നറിയത്തില്ല. എന്തായാലും റിസോർട്ട് നമുക്കിവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ കുട്ടികൾക്കായിട്ട് ചെറിയ ഒരു ഊഞ്ഞാലും ഇവിടെയുണ്ട്. നമ്മളിനി ഞാൻ മുൻപ് പറഞ്ഞ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കല്ലടയാറിനോട് ചേർന്നുള്ള ഒരു നടപ്പാതയാണ്. ഈ നടപ്പാതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തെന്മല ഡാമിൻ്റെ മനോഹരമായ ക്ലോസപ്പ് കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. ഈ നടപ്പാതയിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് തെന്മല ഡാമിൻ്റെ അടുത്തേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് തെന്മല ഡാമിൻ്റെ അടുത്തേക്കാണ്. നമുക്ക് തെന്മല ഡാമിൻ്റെ അവിടെ പോയി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തെന്മല ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോയി ഷൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ലെക്ഷർ സോണിൽ വരുന്ന ഒരാൾക്ക് തെന്മല ഡാമിൻ്റെ മുൻവശത്തെ കാഴ്ച, അതായത് തെന്മല ഡാം നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. മുന്നോട്ട് ചെല്ലും തോറും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ. അതുപോലെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം ഷെഡ് പോലെ കെട്ടിയിട്ട് നമുക്ക് ഇരുന്ന് കാണാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ കാണുന്നത് ഒരു വാട്ടർ ഫൗണ്ടേഷൻ പോലെ തോന്നുമെങ്കിലും വെള്ളം ഡാമിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ല ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. കണ്ടാൽ പേടിപ്പെടുത്തുന്നതെങ്കിലും മനോഹരമാണ് ആ ഒരു കാഴ്ച. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മളങ്ങനെ ഡാമിൻ്റെ ഭാഗത്തേക്ക് അടുത്തിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം നടന്നു വന്ന ഈ പാത പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ലെഷർ സോൺ. ഒരു വൺ ഡേ ട്രിപ്പിന് ഏറ്റവും പറ്റിയ സ്പോട്ടാണ് തെന്മല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് തെന്മല. വനത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്രയും കല്ലടയാറിൻ്റെ തീരത്തെ കാഴ്ചകളും തെന്മല ഡാമിൻ്റെ കാഴ്ചകളും ഒക്കെയായിട്ട് മനോഹരമായൊരു സ്ഥലമാണിത്. ഈ ഒരു സ്പോട്ടിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഡാമിനോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശം. നമ്മളിനി കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ് ഡാമിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക്. നമുക്ക് ആ വെള്ളം ചാടുന്നത് കുറച്ചുകൂടെ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിൽക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് അടുത്ത് പോയി നിന്ന് നോക്കാം. നമ്മളങ്ങനെ ഡാമിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കല്ലടയാറിന് ഒരു പ്രത്യേകതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങി 4 ജില്ലകളിലേക്ക് KIP കനാല് വഴി എത്തുന്ന വെള്ളം കല്ലടയാറിൻ്റേതാണ്. ഈ ഒരു ടൈം കനാല് വഴി വെള്ളം തുറന്നു വിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഡാമിൽ നിന്നും തുറന്നു വിടുന്ന ഈ വെള്ളം കനാല് വഴി ഒരുപാട് കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വെള്ളം കൂടിയാണ്. ഒരുപാട് പേരുടെ അന്നം നിലനിർത്തുന്ന ഒരു പുണ്യനദി കൂടിയാണ് കല്ലട. നമ്മൾ കഴിഞ്ഞ ദിവസം ഒറ്റക്കൽ ലുക്കൗട്ടിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്നു. ആ വീഡിയോയിൽ കല്ലട ജലസേചന പദ്ധതിയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിരുന്നു. വേനൽക്കാലത്ത് വീട്ടുപയോഗത്തിനും കൃഷിക്കുമായി ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒന്നുകൂടിയാണ് KIP കനാൽ. നമുക്കിനി ഇവിടുത്തെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയൊക്കെ ഒരുപാട് ഇരിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ശില്പങ്ങൾ, പല വിധത്തിലുള്ള ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡനിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തിടെയായിട്ട് ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം ശ്രദ്ധിക്കാതെ കുറച്ചൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വീണ്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ഇനി അങ്ങോട്ട് വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് നടപ്പാത പോകുന്നത്. ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മരമൊക്കെ വീണിട്ട് ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വനത്തിൻ്റെ കാഴ്ചകളാണ്. നടപ്പാതയുടെ 2 വശങ്ങളിലായി പല വിധത്തിലുള്ള ശില്പങ്ങൾ കാണാൻ സാധിക്കും. രസകരമായ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് നടപ്പാതയുടെ 2 സൈഡിലായി കാണാൻ സാധിക്കും. ഓരോ ശില്പങ്ങളും ഓരോ തീമിനെ ബേസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യൻ്റെ ജീവിതവുമെല്ലാം ഇവിടുത്തെ വിഷയമാണ്. കേരളീയ കലാരൂപങ്ങളും കേരളത്തിൻ്റെ ചരിത്രവും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വനത്തിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് തെന്മല. തെന്മലയിലെ ഏറ്റവും മനോഹരമായ സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ലെഷർ സോൺ. വനത്തിൻ്റെ കാഴ്ചകൾ കണ്ട് പ്രകൃതിയെ ഇറങ്ങി ഒരു പ്രത്യേക അനുഭവമാണ് ഈ ഒരു സ്ഥലം നമുക്ക് സമ്മാനിക്കുന്നത്. കുട്ടികൾക്ക് കാണുവാനും ആസ്വദിക്കുവാനും കളിക്കുവാനും കഴിയുന്ന മനോഹരമായൊരു സ്പോട്ട് കൂടിയാണ് ലെഷർ സോൺ. നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.